ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വക നബിദിനാശംസകൾ. അപ്പം ഇന്ന് റബീൽ 12 നബിദിനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാമെന്നല്ലേ. നമ്മളെ നെയ്ഹക്കുട്ടിയിലെ ഫസ്റ്റ് നബിദിനാണ്. അപ്പോൾ ആളെ നല്ല കുളിപ്പിച്ച് നല്ല സുന്ദരിയാക്കി കടത്തിയിട്ടുണ്ട്. നല്ല ഉറക്കിലാണ്. എണീച്ചാൽ കാണിച്ചു തരട്ടോ. പിന്നെന്താണ് ഇന്ന് കഴിയുന്നത്, ഇന്ന് ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ആക്കാം. അങ്ങനെ ചെറിയൊരു നബിദിന വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരുമില്ല, മദ്രസയിൽ പോകുന്ന ആരുമില്ല. പണ്ടെന്നല്ല പറഞ്ഞാൽ ഞാനും റഷ്യയുണ്ട്. ഞാന് മാത്രമേ, പിന്നെ ഞാനിപ്പോ പോവാണ്ട് ആരുമില്ല. പിന്നെ ആ പണ്ടത്തെ ഓർമ്മയിലും വരുന്നിട്ട് ആ പണ്ടത്തെ നബിദിന ഒരു അടിപൊളിയാണ്. രാവിലെ കുപ്പായിലിട്ട് മദ്രസയിൽ പോയി വന്നിട്ട് പിന്നെ ഇനിയും നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകും സഞ്ചി എടുത്തിട്ട്. അപ്പോൾ ഈ ലോറിയിൽ ഇങ്ങനെ ലോറിയിൽ പോകുന്നാറ് മുട്ടായി എടുത്തിട്ട് റോഡ് സൈഡിലൊക്കെ ഇട്ട് തരും. അപ്പൊ അത് പുറക്കാനില്ല. ഇത് കുറേ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് ആകാംക്ഷയാണ്. അത് തിക്കും തിരക്കിൽ പുറക്കി എടുക്കലും അതെല്ലാം ഒരു മെമ്മറീസ് ഇട്ടാ, അതെല്ലാം ഒരു ഓർമ്മ. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ പണ്ടത്തെ വൈബന്നില്ല. അപ്പം അതെല്ലാം ഒരു മെമ്മറീസ് ആണല്ലോ. നബിദിനം വരുമ്പോ അതെല്ലാം പണ്ടത്തെ ഒരു ഇതാണ് ഓർമ്മ എടുത്ത്. ഇപ്പൊ നമ്മളെ വീട്ടിൽ ആരും ഇല്ല, മദ്രസയിൽ പോകുന്നത് ആരുമില്ല. അപ്പൊ ആ ഒരു ഇതില്ല. ഞാൻ അടുത്തത് എൻ്റെ മോളാണ് കേട്ടാ. അപ്പോൾ പിന്നെന്താ, ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. പിന്നെന്താ, അപ്പോൾ ഇന്ന് കഴിയുന്ന ക്ലിപ്സൊക്കെ ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മളെ റേസ് ഇതാ ഒക്കെ നീ മാത്തള്ളിയിലേക്ക് വന്നേ. അപ്പൊ കൈ നിറയെ ബിസ്ക്കറ്റും മുട്ടായുമായി റൈസ് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ചോറാണ് കേട്ടോ. എന്താ ചോറെന്ന് വെച്ചാൽ നമ്മളെ ചോറും ബീഫും കേട്ടാ. രാവിലെ തന്നെ കിട്ടണം അല്ലേ? രാവിലെ തന്നെ നമ്മ തിന്നും. ഞാൻ 6 മണിക്ക് കൊണ്ടുവന്നിനി. 6 മണിക്ക് കൊണ്ടുവന്നില്ല. റഷ്യയും ഉപ്പാപ്പയും പോയിട്ട് വാങ്ങിയല്ലേ. ഷാർന്ന് കിട്ടുമ്പോ ഞാൻ ഒറ്റക്ക് എടുത്തേ. ചോറെല്ലാം എടുത്തിനി. അവിടെ 5 കിലോന്റെ അരി സഞ്ചി എടുത്ത അരിയും ചാക്കും. അപ്പോൾ നമ്മള് നല്ല അടിപൊളി നെയ്ച്ചോറ്, ആ ഒരു പള്ളിയിലത്തെ ചോറിന്റെ ടേസ്റ്റ് വേറെ തന്നെ. പിന്നെ ഇന്ന് ആ ചോറ് തന്നെ ആയിരിക്കും. രാവിലെ ഉണ്ടെങ്കിലും ഉച്ചക്ക് രാത്രി ഉണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത്രയും കിട്ടിച്ചില്ലല്ലേ. അപ്പൊ ഇനി പോയിട്ട് വേഗം ചോറും കാര്യമെല്ലാം വയ്ക്കട്ടൊക്കെ. എന്നിട്ടാണ് ഞാൻ പോകുന്നില്ല, ഇവളാന്ന് പോകുന്നത് ജാഥ കാണാന്. ഓക്കെ, അപ്പൊ നമുക്ക് ചോറെല്ലാം വെച്ചിട്ട് കാണാം. കുട്ടി എണീച്ചിട്ടുണ്ട്. അവർ നേരത്തെ നമ്മളെ കാട്ടി മുമ്പ് 7 മണിക്ക് 4 മണിക്ക് എണീച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. 7 മണിക്ക് എണീച്ച് കുളിച്ചിട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഇപ്പൊ എണീച്ചതാണ് കേട്ടോ. പക്ഷെ പൂമ്പ് പിടിച്ച്. അപ്പൊ നമ്മളെ നെയ്ഹ ബേബിന്റെ ഫസ്റ്റ് നബിദിനാണ്. നല്ല അടിപൊളി ഷുപ്പാണ്ടി നല്ല പോക്കറ്റെല്ലാം പാൻറ്റെല്ലാം ഇട്ടേ ഓള്. നല്ല പോക്കറ്റെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ നെയ്തിന് മുട്ടായക്കിലിടാൻ പുറക്കിടാനില്ലേ. അപ്പൊ ഇതാ നമ്മള് എണീച്ചിട്ട് നല്ല കളിയിലാണ് കേട്ടോ ആള്. ഇനി ഇപ്പളേ ഓർമ്മൂല, എനിക്ക് കുറച്ച് കളിയും ഇതുണ്ടാവും. അപ്പൊ നമ്മള് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിന് കേട്ടാ. ഇതിനായിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമ്മ നിക്കേന്ന്. അങ്കൊന്നും ഉമ്മി തന്നിട്ടില്ല എന്ന് പറയും അല്ലേ. നമ്മള് നബിദിനായിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിനല്ല.
ഹലോ, അപ്പം വെൽക്കം ബാക്ക്. അപ്പോൾ ഈവനിങ് ആയി, നല്ല ഉറക്കെല്ലാം ഉറങ്ങി. 2 നേരം ബീഫും നെയ്ച്ചോറെല്ലാം നല്ല തട്ടിയപ്പോൾ നല്ല മത്തായിട്ട് നല്ല ഉറക്കെല്ലാം കഴിച്ചിട്ട് ഇപ്പം ഇതാ ഒരു 5 മണിയൊക്കെ ആയിട്ട് 5 മണി ആ ടൈമൊക്കെ ആയി. അങ്ങനെ ഉറക്കവും എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം വിചാരിച്ചു ഇന്ന് നമുക്ക് നബിദിനായിട്ട് റൈസ് കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി നബിദിനത്തിൻ്റെ ഇതായിട്ട്. ഇപ്പോൾ നബിദിനത്തിന് ആകാംക്ഷയായിട്ട് നോക്കുന്ന ഒരു സംഭവം എന്താണെന്ന്, നമ്മളിപ്പോൾ റാലിക്കലും പോയാൽ എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിൽ ഒരു കുറച്ച് മുട്ടായാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അത് കിട്ടുന്നതിൽ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ബിസ്ക്കറ്റ്സൊക്കെ. വേറെ സ്വീറ്റ്സും കാര്യമൊന്നും കിട്ടില്ല. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിനി. ഇങ്ങനത്തെ കുഞ്ഞി ബിസ്ക്കറ്റ്സൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ നബിദിനത്തിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. നമുക്കിങ്ങനെ ഈ നബിദിനത്തിന് മുട്ടായി കിട്ടുന്നതും പിന്നെ കൂൾ ഡ്രിങ്ക്സും അങ്ങനത്തെ ബിസ്ക്കറ്റ്സൊക്കെ കിട്ടും ഭയങ്കര സംഭവമാണ് കുറച്ച് കിട്ടിയാലും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ കേട്ടോ ഈ നമ്മളെ നബിദിനത്തിൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ അടുത്ത് മദ്രസയിൽ പോകാൻ റാലിക്ക് പോകാനൊന്നും ചെറിയ കുട്ടികളൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റൈസ് ഇങ്ങനെ പള്ളിയിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ എന്താ കിട്ടിയത് അത് കൊണ്ടാന്ന് അങ്ങനെ നമ്മളെ റബീഉൽ അവ്വൽ അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റബീഉൽ അവ്വലിൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ള റബീഉൽ അവ്വൽ നമ്മൾ പിന്നെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇത്രയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഇനി നമ്മളിങ്ങനെ വീഡിയോസ് ഡെയിലി ഇടാൻ നോക്കും. ഓർമ്മൊന്നും ഷുവറായിട്ട് പറയുന്നില്ല, ഒന്നും നടക്കില്ല. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.